ഞാനേ ഇതൊരു വെറൈറ്റി ഐറ്റംസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് ഒരു 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് അവലെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര ഉരുക്കി ജീരകം കൂടി ചേർത്ത് ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഇതെല്ലാം കൂടി ബദാം, ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ബദാം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വറുത്തേക്കണത്. അപ്പോൾ അതിനായിട്ട് ഇത് വാരി നിറയ്ക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. ഇവിടെ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അവലിലേക്ക് കുറച്ച് ശർക്കര ഒഴിച്ച് കൊടുക്കാം, കുറച്ച് കേട്ടോ. ആദ്യം നമ്മൾ കുറച്ചൊഴിക്കണം. ഇട്ടൊന്ന് നനയ്ക്കുക. നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി റവയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. നനച്ചിട്ട് നമുക്ക് ഇത്തിരിയോടെ ഒഴിച്ച് കൊടുക്കണം. ഇതിൽ നിന്ന് ശർക്കരപ്പാനി ഇത്തിരിയോടെ ആവശ്യമുണ്ട്. ഞാൻ നനച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതെല്ലാം ചേർത്ത് നനച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം എല്ലാ ഐറ്റംസും എടുത്ത് കേട്ടോ. നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പാത്രത്തിൽ എനിക്ക് നനയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പം നമ്മളിവിടെ നല്ലോണം ഒന്ന് നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളയാക്കി എടുത്ത് കഴിച്ചിട്ടും നല്ലതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ഉരുള പോലെ ആക്കിയിട്ട് കഴിച്ച് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്ന വറുത്ത റവയാണ്. ഞാൻ വറുത്തെടുത്ത റവയാണ് ചേർത്തേക്കുന്നത്, പച്ചറവയല്ല. അപ്പം നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിച്ച് നോക്കി, നല്ലതാണ്. അപ്പം നമുക്കിത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ അപ്പത്തട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഈ പാത്രം വെച്ച് അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ഞാൻ ഇത് ഇതിൻ്റെ അകത്ത് വാരി നിറച്ച് ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നിറച്ച് വെക്കണം. തവി കൊണ്ടൊക്കെ ഇങ്ങനെ നല്ലോണം ഒന്ന് അമക്കി വയ്ക്കണം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ അപ്പത്തട്ട് വെച്ചിട്ട് അതിൻ്റെ പക്കത്തേക്കാണ് ഇത് വയ്ക്കാൻ പോകുന്നത്. നമുക്കിത് സെറ്റ് ചെയ്ത് ആവി കയറ്റി അരമണിക്കൂറുകൾ നമുക്ക് വെച്ച് നോക്കാം. വെന്തിട്ടുണ്ടോയെന്ന്, ഇല്ലെങ്കിൽ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അരമണിക്കൂറിനുള്ളിൽ വെന്തോന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി കൊണ്ടുവരാം, എന്നിട്ട് കാണിക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇതിൽ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് ഇറക്കി വയ്ക്കുവാണ്. ഇതിന് അടച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് റെഡിയാവുമെന്ന് നോക്കാം കേട്ടോ. ഈ ഒന്നുകൂടെ വെച്ച് വേവിക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മളിതൊന്ന് തുറന്ന് നോക്കാൻ പോവാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഇത് ഒന്നുകൂടെ ഒന്ന് വേകട്ടെ കേട്ടോ. അത് വെന്തിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കണം. നമുക്കിതൊന്നുകൂടെ വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഒരു 25-30 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റോടെ വേവിക്കാം. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നമുക്കിതിന് ഒന്നുകൂടെ അടച്ച് വെച്ച് ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നൊന്ന് വേകട്ടെ. നമുക്കിതൊന്നുകൂടെ അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മറിച്ചിട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് റെഡിയാക്കിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.